2011 അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA ഗവൺമെൻറ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഒരു മാനുഷിക മുഖമുള്ള ഒരു പദ്ധതി രാജ്യത്ത് ആവിഷ്കരിച്ചത്. അത് ചേരിരഹിത ഇന്ത്യ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് രാജീവ് ആവാസ് യോജന എന്നായിരുന്നു പദ്ധതിയുടെ പേര്. ചേരി നിവാസികൾക്ക് പാർപ്പിടം ഒരുക്കുക എന്നാണ് ആ പദ്ധതിയുടെ കാതൽ. രാജ്യത്തെല്ലാ നഗരങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് പ്രപ്പോസലുകൾ സമർപ്പിക്കാൻ അവസരമുണ്ടായി. അന്ന് കോർപ്പറേഷൻ ഭരിച്ച UDFൻ്റെ ഭരണസമിതി, ഞാൻ മേയറായിരുന്ന ഭരണസമിതി, കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരികളായ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശത്തെ തുരുത്തിയിലെ 394 കുടുംബങ്ങൾക്ക് പാർപ്പിടമൊരുക്കാൻ ആവശ്യമായ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഒരുക്കിയത്. ഡൽഹിയിൽ ആ പദ്ധതി അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ചേരി നിവാസികൾക്ക് താമസിക്കാൻ അവർക്ക് പരിചിതമല്ലാത്ത ഒരു സംസ്കാരമാണ്, അതുകൊണ്ട് നടക്കില്ല എന്ന നിലയിലേക്കാണ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തത്. പക്ഷേ കൊച്ചിയുടെ പ്രത്യേകതയും ഭവനരഹിതരുടെ ബാഹുല്യവും സ്ഥലപരിമിതിയെല്ലാം അവരെ ബോധ്യപ്പെടുത്തി ആ പദ്ധതിക്ക് അന്നത്തെ UDFൻ്റെ ഭരണസമിതി അംഗീകാരം വാങ്ങിയെടുത്തു. പിന്നീട് 2015-20 കാലഘട്ടത്തിൽ മേയറായി വന്ന സൗമിനി ജെയിൻ അവരുടെ കാലത്താണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രധാന ഘട്ടം നടന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ 2025 സെപ്റ്റംബർ 27 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ 1 വർഷമോ 2 വർഷമോ മുമ്പ് ഈ പദ്ധതി പൂർത്തിയാകുമായിരുന്നു. സൗമിനി ജെയിൻ മേയറായ കാലത്ത് ആ പദ്ധതി നിർമ്മാണത്തിൽ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ട് CPM തടസ്സപ്പെടുത്തുകയായിരുന്നു. വാസ്തവത്തിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം മുടങ്ങാതിരിക്കാൻ വേണ്ടി, കരാറുകാരന് പണം ലഭ്യമാക്കാൻ വേണ്ടി അന്ന് മേയറായിരുന്ന സൗമിനി ജെയിൻ എടുത്തൊരു നിലപാട്, കൗൺസിൽ അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ആ മേയർക്ക് 95 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചപ്പോൾ അതിൻ്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങി വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് മേയറെ ഭയപ്പെടുത്തി ആ പദ്ധതി സ്തംഭിപ്പിക്കാനാണ് നോക്കിയത്. ആ ആരോപണം മേയർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം വരെ അവതരിപ്പിക്കുന്ന നിലയിലേക്കാണ് CPM കൈക്കൊണ്ടത്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് UDF എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതുവരെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം വരെ എത്തിച്ചു. പിന്നീട് 2020 ശേഷം അധികാരത്തിൽ വന്ന LDFൻ്റെ കൗൺസിൽ തുടർ നിർമ്മാണ പ്രവർത്തനം നടത്തി അത് പൂർത്തിയാക്കി. പക്ഷേ ഒരു പദ്ധതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ അനുമതി എടുക്കുന്നതാണ്. അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഏത് പദ്ധതിയുടെയും ടെൻഡർ നടപടി, നിർമ്മാണ പ്രവർത്തനം, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുക. പദ്ധതി അനുമതി ലഭിച്ചില്ലെങ്കിലൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഏത് പദ്ധതിയെപ്പോലെയും തുരുത്തി റേ പദ്ധതിയുടെ, ഫ്ലാറ്റ് സമുച്ചയ പദ്ധതിയുടെ, ചേരി നിർമ്മാണ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് 2013 ഡിസംബർ 29 ഡൽഹിയിൽ നടന്ന സെൻട്രൽ സാങ്ഷനിങ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ നമ്മുടെ പദ്ധതിക്ക് അന്ന് അംഗീകാരം വാങ്ങിയെടുത്തത്. ഞാനാണ് അന്ന് ആ യോഗത്തിൽ കൊച്ചി നഗരസഭയെ പ്രതിനിധീകരിച്ച് സെക്രട്ടറിയോടൊപ്പം ഞാനും സെക്രട്ടറിയോട് പങ്കെടുത്തത്. എല്ലാവരും സാങ്കേതികമായിട്ട് എതിർത്തപ്പോഴും അതിനെ ചെയർ ചെയ്ത കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ സീനിയർ IAS സെക്രട്ടറി പറഞ്ഞത് സാങ്കേതികമായ എതിർപ്പൊക്കെ ശരി തന്നെ, പക്ഷേ കിലോമീറ്ററുകൾ താണ്ടി കൊച്ചിയുടെ മേയർ ഈ പദ്ധതിക്ക് അംഗീകാരം വാങ്ങാൻ വേണ്ടിയല്ലേ ഇത്ര യാത്ര ചെയ്തു വന്നത്, അത് മാനിച്ചുകൊണ്ട് നമുക്കിത് ഈ പദ്ധതിക്ക്, ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന് അംഗീകാരം കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മനുഷ്യൻ്റെ നല്ല മനസ്സ്, നന്മ മനസ്സ്, അതാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. അതുകൊണ്ട് കൊച്ചി നഗരത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് നിരവധിയായ വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്, UDF ആണ്. അത് നെടുമ്പാശ്ശേരി വിമാനത്താവള പദ്ധതിയായാലും, ഗോശ്രീ പാലങ്ങളുടെ പദ്ധതിയായാലും, കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പദ്ധതിയായാലും, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും, കൊച്ചി മെട്രോ പദ്ധതി അടക്കം എല്ലാം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്, UDF ആണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് UDFൻ്റെ കാലത്ത് അനുമതി നേടി നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടം വരെ എത്തിച്ച തുരുത്തി പദ്ധതിയും. അതുകൊണ്ട് ഞങ്ങളിത് അഭിമാനപൂർവ്വം ജനങ്ങൾക്ക് ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള പങ്കാളിത്തം അത് ഞങ്ങൾ സമർപ്പിക്കുകയാണ്.